ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു ലൈവിന് വന്നത് ചില വസ്തുതകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ചൊന്നുമല്ല. ഇന്ന് രാവിലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഇരുന്ന സമയത്ത് ഒന്ന് എഴുതിയിട്ടതാണ്. അതായത്, ഇണങ്ങുമ്പോൾ മറക്കാൻ പറ്റുന്നത് മാത്രമേ പിണങ്ങുമ്പോൾ പറയാവൂ. ഇത്രേ ഉള്ളൂ. ചുമ്മാ രാവിലെ നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്, ഫോട്ടോസ് ഇടാറുണ്ട്, അതുപോലെ ഒന്ന് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ കാക്കാമാര് വല്ലാതെ അതിന്റെ താഴെ വന്ന് കുരുക്കൾ പൊട്ടിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഇന്നത്തെ ലൈവിന്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് പബ്ലിക്കായി മുസ്ലിങ്ങൾ തെറി പറയുന്നതും സെക്സ് വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുന്നത്. അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ: നമ്മൾ മുഹമ്മദീയരായതുകൊണ്ട്. നമ്മൾ അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി തന്ന ഒരു ദൈവിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ വക്താക്കളായതുകൊണ്ട്. നമ്മള് ക്ഷമയുടെയും സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും ഒക്കെ മാർഗത്തിലുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട്. അങ്ങനെ എന്തുകൊണ്ട് 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 എന്ന് പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട് പറയാൻ. അപ്പോ ഇന്ന് രാവിലെ ഇട്ട ആ പോസ്റ്റിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ് ഞാൻ ഇന്ന് ലൈവ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കാൻ കാരണം. ഞാൻ ഇപ്പോഴാണ് ആ കമന്റ് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഒന്നുമില്ല. ജാമിദ, ഒരു മുഹമ്മദ് അർഷാദാണ് ആളിന്റെ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കുടുംബം നാണം കെട്ടുപോകുമല്ലോ. ഇയാള് എന്താണ് ചെയ്യുന്നത് എന്നറിയാത്ത ഇയാളുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരെ നമ്മൾ നാണം കെടുത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആളിന്റെ ഫോട്ടോ ഇടാത്തത്. ആളിന്റെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട് ഫോട്ടോ. ജാമിദ, എന്റെ മയ്യത്ത് ഞാൻ നിന്റെ കബറിൽ കയറ്റട്ടെ. മയ്യത്ത് എന്ന് ഉദ്ദേശിച്ചത് സുന. ശരി. എന്റെ നീളമേറിയ മയ്യത്തിന് ജീവൻ വെപ്പിക്കാനാ. നിന്റെ കബർ വെള്ളം നിറയും, മനസ്സും നിറയും. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇവൻ പറയണം എന്ന് വിചാരിച്ചു പറയുന്നതല്ല, പറയിപ്പിച്ചാൽ പറയുകയല്ലാതെ മാർഗവുമില്ല. ഇവൻ അവസരം കിട്ടിയാൽ ഇവന്റെ മകളെ പിടിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവസരം കിട്ടിയാൽ ഇവൻ പെങ്ങള് തുണിമാറുന്നത് ഒളിച്ചും പാത്തും പോകത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവന്റെ ഉമ്മ കുനിഞ്ഞു നിന്നാൽ ഇവന്റെ മയ്യത്ത് ആ കബറിൽ കയറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു അമുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനും ഇങ്ങനെ പബ്ലിക്കായിട്ട് വൾഗർ പറയില്ല. ഇങ്ങനത്തെ തെറി വർത്തമാനങ്ങൾ കമന്റിലൂടെ അവർ പറയില്ല. കാരണം അവരവരുടെ വീട്ടിൽ നിന്നും വളർന്നു വരുന്നത് നല്ല ഒരു സംസ്കാരത്തിലാണ്. അതുകൊണ്ട് അവരത് പറയില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇവരിതേ പറയൂ. ഇവര് ചെറിയ പ്രായം മുതൽ കറ തീർന്ന് ഇതേ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും പറയുകയും അനുഭവിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത് വളർന്നു വരുന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് എന്തു പറഞ്ഞാലും ഇവർക്കതൊരു വഷളത്തരമാണ്, ഇതൊരു വൃത്തികേടാണ്. എന്റെ മതത്തെ മറ്റുള്ളവർ വിലയിരുത്തും, എന്നെ മറ്റുള്ളവർ വിലയിരുത്തും, അത് ശരിയല്ല എന്ന് ചിന്തിക്കാൻ ഇവരുടെ ബുദ്ധി പണയം വെച്ചിരിക്കുവാണ്. ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. അപ്പോ അതിന്റെ താഴെ ഒരാൾ വന്നിട്ട് കമന്റ് പറയാണ്: പ്രിയ സഹോദര, നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു. ഇയാൾക്കൊരു അല്പമെങ്കിലും വെളിവ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അന്തുമ്മ വൺരാജ് അങ്ങനെ അങ്ങാണ്ടാണ് കേട്ടാ. അപ്പോ വേറൊരാള് പറയാണ്: അതിനു മുമ്പേ നിന്റെ ഉമ്മാടെ കബറിലേക്ക് നിനക്ക് കയറിക്കൂടാമല്ലോ എന്ന് പറഞ്ഞിട്ട് അയാള് നല്ല കൊടുക്കുന്നുണ്ട്. എന്തിനായിരിക്കും ഇവരിങ്ങനെ ദിവസവും തന്തയെയും തള്ളയെയും ഈ മതത്തെയും ഒക്കെ പറയിപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള്, എൻ്റെ ഇത്താടെ മോളാണ്, എന്നോട് ചോദിച്ചു, എന്തിനാണ് വീണ്ടും ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കുന്നത്? മറ്റു വാർത്തകളും പല വിഷയങ്ങളും ഒക്കെ ആയിട്ട് പോയിക്കൂടെ എന്ന്. എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാന് രൂക്ഷമായ ഇസ്ലാം മത വിമർശനത്തിൽ നിന്നും മാറി, ശരി, ഒരു മതത്തെ മാത്രം അങ്ങനെ പറയേണ്ട, ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് അത് വേദനയാകുന്നെങ്കിൽ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഇവര് പറയിപ്പിക്കുന്നതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ഈ മതത്തെ വിമർശിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. ഏതെങ്കിലും ഒക്കെ മതവിശ്വാസികൾക്ക് വേദനിക്കുന്നുണ്ടാകും, അതിന്റെ ഒരു താല്പര്യവുമില്ല.
എങ്ങനെയെങ്കിലും അവരങ്ങനെ പൊയ്ക്കോട്ടെ, അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. പക്ഷേ ലക്ഷ്മിപ്രിയ, അമ്മച്ചിയുടെ നെയിം എന്താണ്? നിന്റെ അപ്പനോട് പോയി ചോദിക്കേ. അപ്പൻ അറിയില്ലേ ഏതവക്കുണ്ടായതാണ് നീ എന്ന്? അത് എന്നോടാണോ ചോദിക്കേണ്ടത്? പോയി നിന്റെ തന്തയോട് ചോദിയില്ലേ ആരിൽ ഉണ്ടായതാണെന്ന്. എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവര് കമന്റിലൂടെ ഇങ്ങനെ സെക്സ് മാത്രം എഴുതുന്നതും പറയുന്നതും എന്തുകൊണ്ടാണ്? ഇവര് നാളെ മരിക്കും, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായും അവർ അവരുടെ കർമ്മങ്ങളെ, അവരുടെ നാവിനെ, അവരുടെ വാക്കുകളെ, അവരുടെ പ്രവൃത്തികളെ അവര് സൂക്ഷിക്കും. ഇതൊന്നുമല്ല. ഇവർക്ക് മതം അറിയില്ല. എന്നാൽ ഞാന് ഒരു മതവിമർശനം മുന്നോട്ട് വെച്ചാല് അതിന് മറുപടി പറയാൻ ഇവർക്കറിയാമോ? ഇല്ല. ലക്ഷ്മിപ്രിയ, എന്റെ അമ്മച്ചിയുടെ അല്ല ഈ അമ്മച്ചിയുടെ പൊടിയിടുന്നു. നിന്റെ തന്ത ആരുടെ കൂടെ കിടന്നിട്ടാണ് നീ ഉണ്ടായത് എന്നോടാന്ന് ചോദിക്കുന്നത്. വല്ലവരോടും ചോദിച്ചാൽ പോരെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ മതത്തെ പറയിപ്പിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ? അപ്പൊ ആരെ കണ്ടാലും സെക്സിൽ മാത്രം കാണുന്നു ഇവര്. അതായത് ഒരു പെണ്ണാണെങ്കിൽ അവരെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്നത് എന്തുകൊണ്ടാ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അവരെ ഒന്ന് അപ്പോ പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭോഗവസ്തു മാത്രമാണ് ഇവർക്ക്. പ്രത്യേകിച്ച് എന്നോട് ഇവർക്ക് കലിപ്പുണ്ട്. അതായത് ഇസ്ലാമിനെ വിമർശിക്കുന്നു. ഇസ്ലാമിനെ വെറുതെ അല്ല വിമർശിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവർക്ക് വസ്തുതാപരമായിട്ട് എനിക്ക് മറുപടി പറയാൻ ഇവർക്ക് കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയോ മുസ്ലിങ്ങൾ എവിടെയെല്ലാം കൊല ചെയ്യപ്പെടുന്നു, എവിടെയെല്ലാം ഇവർ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എവരി ഹോൾ ഈസ് എ ഗോൾ എന്നാണ് ഒരിക്കൽ ശ്രീലങ്കൻ പത്രം തന്നെ എഴുതിയത്. കൊളംബോയില് ഒരു സ്ഫോടനം നടന്നു. ശ്രീലങ്ക നിലപാട് കടുപ്പിച്ചു. ആരാണോ ഈ നാട്ടിൽ സ്ഫോടനം ഉണ്ടാക്കിയത് അവരെ 24 മണിക്കൂറിനകം കണ്ടുപിടിക്കണം എന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ കണ്ടെത്തി 200 മുസ്ലിം പുരോഹിതരെയാണ് ശ്രീലങ്ക അന്ന് നാട് കടത്തിയത്. ലോകത്തെല്ലായിടത്തും തീവ്രവാദികൾ മുഴുവനും മുസ്ലിങ്ങളാണ്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് ആർക്കും അഭിപ്രായമില്ല. എത്രയെത്ര തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ തീവ്രവാദ സംഘടനകളെയൊക്കെ നയിക്കുന്നത് ആരാണ്? എന്തിനു വേണ്ടിയാണ് ഈ സംഘടനകളൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്? ഇസ്ലാം എന്ന് പറഞ്ഞാല് പുരുഷന്മാരുടെ മതമാണ്.